മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട് വിചാരിച്ച മറ്റ് വാത്സല്യമുള്ള അച്ഛന്മാരെ, പ്രിയപ്പെട്ട സമർപ്പിതരെ, മറ്റ് സഹോദരങ്ങളെ, നമ്മളുടെ അനിത്തോട്ടത്തിൽ തറവാട്ടിലെ എലിയാമ്മയമ്മച്ചിയുടെ നിര്യാണത്തില് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്, അവരെ സ്വർഗത്തിലേക്ക് ഈശോയുടെ പക്കലേക്ക് കൊടുത്തുവിടാനെല്ലാം നമ്മളിവിടെ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. ഇന്നലെ സന്ധ്യ മുതൽ ധാരാളം ആളുകൾ, അച്ഛന്മാരും എൽമായക്കാരും എല്ലാം വരികയും പ്രാർത്ഥിക്കുകയും ഇപ്പോഴും കുറേയേറെ സ്വന്തക്കാരും അയൽവക്കക്കാരും എല്ലാം അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. പുനരുത്ഥാനത്തിന്റെ ശുശ്രൂഷയാണ് നമ്മൾ മരിച്ചടക്കേണ്ട സമയത്ത് വീട്ടിലും പള്ളിയിലും വെച്ച് നടത്തുന്ന പ്രാർത്ഥന ശുശ്രൂഷകള്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തില് നമുക്ക് കിട്ടാൻ പോകുന്ന നിത്യ ജീവനെ കുറിച്ചാണ്. മഹിമയുള്ള ശരീരത്തോടുകൂടി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ചാണ്. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്താലാണ് ഓരോ വ്യക്തിയും ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്കറിയാം. അവരെല്ലാം ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് ജീവിച്ച് സ്വർഗത്തിലേക്ക് അവരെ തിരിച്ച് എത്തുന്നതിന് വേണ്ടിയാണ്. പൗലോസ്ലീഹായുടെ പ്രസിദ്ധമായ തിരുവചനം നമുക്കറിയാമല്ലോ. ഞാൻ നല്ല ഓട്ടം ഓടി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് എനിക്കൊരു മുടി, ഒരു കിരീടം, എനിക്ക് വേണ്ടി ഒരു ബഹുമാനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വിശ്വാസം സംരക്ഷിച്ച് കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നവർക്കാണ് മരണത്തിലൂടെയുള്ള ആ മഹത്വം കിട്ടുന്നത്. അമ്മച്ചി ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് അതാണ്. 86 വർഷങ്ങള് ഈ ലോകത്തിൽ ജീവിച്ച് നല്ലൊരു കുടുംബത്തിന് രൂപം നൽകി, 5 മക്കൾക്ക് ജന്മം നൽകി, അവരെയെല്ലാം നല്ല അച്ചടക്ക ബോധമുള്ള മക്കളായിട്ട് വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാധിച്ചു. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എലിയാമ്മയമ്മച്ചിയും. അവരുടെ ഉദ്യോഗപരമായ ശുശ്രൂഷകളും ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുമെല്ലാം അവര് ആ നല്ല ഡിസിപ്ലിൻ പാലിച്ചിരുന്നു. അതിലാണ് അവർ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം വളർത്തി വലുതാക്കി കൊണ്ടുവന്നതും. ഈ കുടുംബത്തോട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഇവിടുത്തെ വ്യക്തികളുടെ അവരുടെ പെരുമാറ്റ ശൈലിയും അവരുടെ കഴിവും അവരുടെ സാമർഥ്യവും ഒക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. നമ്മുടെ സഭയോടും നമ്മുടെ ഇടവകയോടും തിരുപതിയോടും എല്ലാം എപ്പോഴും ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന കുടുംബാംഗങ്ങളാണ് ഇവരെല്ലാവരും. അമ്മ ദീർഘനാള് രോഗിയായിട്ട് പല വിധത്തിലുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വിശ്രമത്തിലായിരുന്നു. ഞാനിവിടെ വീട്ടിൽ വെച്ച് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല നാളുകളായിട്ട് മാസങ്ങളായിട്ട് അമ്മ ആശുപത്രിയും വീടുമൊക്കെ ആയിട്ട് കഴിയുകയായിരുന്നു. മരണം പോലും പേടിച്ച് അമ്മയെ സമീപിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പല അവസരത്തിലും അമ്മയ്ക്ക് കൂടുതലാണ്, ആശുപത്രിയിലാണ്, ഓക്സിജനും കൊടുക്കുകയാണെന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ അച്ഛൻ പറയുമ്പോഴും മരണത്തിന് അമ്മയെ ഭയമായിരുന്നത് പോലെ ദീർഘനാള് അമ്മയോടൊത്ത് ആയിരിക്കാൻ മക്കൾക്കും വീട്ടുകാർക്കും എല്ലാം ധാരാളം അവസരം കിട്ടി. അമ്മയെ ശുശ്രൂഷിക്കുന്നതിന്, നോക്കുന്നതിന്, അമ്മയോട് കൂടെ അടുത്ത് ആയിരിക്കുന്നതിനെല്ലാം. ഈ കുടുംബത്തിലെ എല്ലാവരും തന്നെ അമ്മയ്ക്ക് നല്ല ശുശ്രൂഷ ചെയ്തവരാണ്. ആ കാരണം കൊണ്ട് തന്നെ അത് സഭയുടെ ശുശ്രൂഷയും നമ്മുടെ പ്രധാനപ്പെട്ട അവസരങ്ങളിലൊക്കെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ വലിയ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട മഹിമയുള്ള കാര്യത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് 2 സിനഡുകളിലും എപ്പോഴും പറഞ്ഞ ഒരു കാര്യം അതാണ്. കുടുംബങ്ങളിലെ വലിയ മാതാപിതാക്കളെ, വല്യപ്പനെയും വല്യമ്മയെയും നോക്കുന്ന ആ കാര്യത്തെക്കുറിച്ച്, സൂക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് അതിലെല്ലാം നല്ല ഒരു മിഴിവാർന്ന മാതൃക നൽകിയ ഒരു കുടുംബമാണിത്.
അവര് കൊച്ചുമക്കളും മരുമക്കളും എല്ലാം അമ്മയെ സ്നേഹിച്ചിരുന്നു, അമ്മയുടെ കൂട്ടത്തിലായിരുന്നു, അമ്മയോടൊപ്പമുണ്ടായിരുന്നു. അമ്മയ്ക്കും അവരോടെല്ലാം വാത്സല്യവും അടുപ്പവും ഉണ്ടായിരുന്നു. അമ്മ വലിയൊരു സാന്നിധ്യമായിരുന്നു. ഈ വീടിന് ദിശാബോധം നൽകിയതിൽ അമ്മയ്ക്ക് വലിയൊരു പങ്കുണ്ട്. അവരുടെ വിശ്വാസവും അവരുടെ സാമർഥ്യവും ഈ മക്കൾക്ക് നല്ല വഴികള് പറഞ്ഞു കൊടുക്കുന്നതിൽ ഏറെ മുഖ്യ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരിപ്പോൾ ബ്രാഹത്തിന്റെ മടിയിലേക്ക് അമ്മയുടെ ആത്മാവ് നിത്യ സൗഭാഗ്യം നേടുന്ന സ്വർഗത്തിന്റെ പ്രതീകമായിട്ടുള്ള ബ്രാഹത്തിന്റെ മടിയിലേക്ക് പോവുകയാണ്. അമ്മ പ്രാർത്ഥിച്ചതും അമ്മ ആഗ്രഹിച്ചതും ആ സ്വർഗത്തെയായിരുന്നു. അതിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അമ്മ എപ്പോഴും തീരെ അവശതയായിരുന്നപ്പോഴും കണ്ണ് തുറന്നു നോക്കുന്ന അവസരങ്ങളിലൊക്കെ സ്വർഗത്തിലേക്ക് തുറന്നു വെച്ചിരുന്ന രണ്ട് വാതായനങ്ങൾ പോലെ അമ്മയുടെ കണ്ണുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയൊരു പ്രത്യാശയുടെ, സ്വർഗീയമായ ഒരു സൗന്ദര്യത്തിന്റെ, ആകാംക്ഷയുടെ ഒരു മിഴിവ് അവരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. അത് ഹൃദയത്തിൽ നിന്നുള്ള ആ തികവിന്റെ നിറവായിട്ട് വരുന്ന കാര്യമാണല്ലോ. അങ്ങനെ നമുക്ക് ഈ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും അമ്മയോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നല്ല ഒരു മാതൃക, വിശ്വാസത്തിന്റെയും ശുശ്രൂഷയുടെയും നല്ലൊരു മാതൃക നൽകിക്കൊണ്ടാണ് അവര് കടന്നു പോകുന്നത്. ഈ നാളുകളില് ചെറുമകനായ നിർവാസിസ്റ്റനുമായിട്ട് കുറേയേറെ യാത്രകൾക്ക് എനിക്ക് ഇന്ത്യക്ക് പുറത്ത് പോകേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ചിലപ്പോഴെല്ലാം ആകാംക്ഷ, ഉള്ളിൽ ഭയമുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ. അച്ഛന് കുഴപ്പമില്ല, നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു. ഒരിക്കൽ മാത്രം അച്ഛൻ എന്നോട് പറഞ്ഞു, എനിക്ക് കോൺഫിഡൻസ് തോന്നുന്നില്ല ഈ പ്രാവശ്യം. അപ്പോൾ ഞാനും പറഞ്ഞു, അച്ഛനൊന്നും പേടിക്കണ്ട, നമുക്ക് പോകാം, അച്ഛൻ കൂട്ടത്തിൽ പോരുന്നതാണ് എനിക്ക് എല്ലാ തരത്തിലും എളുപ്പം. അങ്ങനെ പറഞ്ഞ് പോയി. അതെല്ലാം ദൈവം പ്രത്യേകമായിട്ട് പരിഗണനയിലെടുത്ത് സംരക്ഷിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. 4-5 അവസരങ്ങളിൽ ഇന്ത്യക്ക് പുറത്തു പോകേണ്ട അവസരം വന്നപ്പോഴെല്ലാം അവിടെയെല്ലാം ദൈവം കാത്ത് പരിപാലിച്ച് ആ ജീവനെ സംരക്ഷിക്കുകയായിരുന്നു. ദൈവം കൊടുത്ത ശ്വാസമാണ് നമ്മുടെ അമ്മച്ചിയുടെ ആ ജീവൻ. അത് ഇന്ന് ദൈവത്തിങ്കിലേക്ക് തിരിച്ച് പോവുകയാണ്. ദൈവത്തിന്റെ സന്ദർശനമാണ് നമ്മുടെ മരണം. നമുക്ക് ജീവൻ തന്ന ജീവദാതാവായ ദൈവം നമ്മളെ സന്ദർശിച്ച് ആ ശ്വാസത്തിന് നിത്യായുസ് നൽകി നിത്യ കിരീടമണിയിക്കുന്ന മനോഹരമായ മണിക്കൂറുകളിലാണിത്. അമ്മ പ്രാർത്ഥിച്ചത്, അമ്മ കാംക്ഷിച്ചത്, അമ്മ ജീവിച്ചത് എല്ലാം ആ ദൈവവിചാരത്തോടു കൂടിയാണ്. ദൈവവിചാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂടാരമായിട്ട് അമ്മയെ പല ആവൃത്തി പള്ളിയിൽ വെച്ചും വീട്ടിൽ വെച്ചും ഒക്കെ കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെല്ലാം നല്ലൊരു ദൈവാനുഭവത്തിന്റെ അവസരമായിരുന്നു. അമ്മ ഇന്ന് നമ്മളോട് യാത്ര പറയുമ്പോൾ അമ്മയുടെ 86 വർഷങ്ങള് ദൈവത്തിന് കൊടുത്തിട്ട് നമ്മൾ നിത്യജീവൻ തിരിച്ച് വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ നിത്യജീവന് അർഹതയുള്ള വ്യക്തിയെ പോലെ ആയിത്തീരുകയാണ്. നമുക്ക് അമ്മയ്ക്ക് വേണ്ടി തുടർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ദേവാലയത്തിൽ നിന്ന് അമ്മയെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ അമ്മ പറയുന്നത് പോലെയുള്ള പ്രാർത്ഥന നമുക്ക് മറക്കാതിരിക്കാം. സ്വർഗത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വലിയൊരു സഭയുടെ കാറ്റക്കിസിസാണ്. സ്വർഗത്തിൽ നമുക്ക് കണ്ടുമുട്ടണം. അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഈശോയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഉയർത്ത് എഴുന്നേൽക്കും. അപ്പോൾ നമുക്ക് കണ്ടുമുട്ടണം. സ്വർഗത്തിന് അർഹതയുള്ളവരെ പോലെ നിങ്ങൾ ജീവിക്കണം, അവിടേക്ക് നിങ്ങൾ എല്ലാവരും വരണം എന്നുള്ള പ്രാർത്ഥനയാണ് അമ്മ നമുക്ക് നൽകുന്നത്. അമ്മച്ചിയെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. കുടുംബാംഗങ്ങളെ എല്ലാവരെയും, മക്കളെയും മരുമക്കളെയും ചെറുമക്കളെയും പ്രത്യേകിച്ച് ഗർഭാശിഷ്യത്തിന് സ്നേഹവാത്സല്യത്തോടെ ഈ അവസരത്തിൽ ഓർക്കുകയും നിങ്ങളെല്ലാവരെയും വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.